പ്രധാനപ്പെട്ട ഒരാളെ പിടിച്ചകത്തിട്ടപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ ഒന്ന് പേടിച്ചിട്ടുണ്ട്. എന്തായാലും എനിക്ക് ആ നടിയോട് പറയാനുള്ളത്, സംഭവം എന്തായാലും ഇങ്ങനൊരു ബോഡി ഷേമിങ് അനുഭവിച്ചു, അതിനുവേണ്ടി കേസ് കൊടുത്തു, അറസ്റ്റ് ചെയ്തു. ഇനി അദ്ദേഹത്തെ ഇനി ചെറിയൊരു ഇതിന്റെ പേരിൽ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആള് മാപ്പ് പറയുന്നുണ്ടല്ലോ ഓൾറെഡി. അപ്പോൾ മാപ്പ് കൊടുക്കണമെന്നാണ് ഈ നടിയോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. കേട്ടോ, പ്രോത്സാഹിപ്പിക്കല്ല, ശിക്ഷ കൊടുത്തല്ലോ ഓൾറെഡി. പുള്ളിക്ക് ഇതൊരു വൈകല്യമാണ്, പറയുന്നത് കേൾക്കാം. ഞാൻ ഇയാൾക്ക് ലൈംഗികത കുറച്ച് കൂടുതലാണ്, അതൊരു വൈകല്യമാണ്. അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കണ്ട. അല്ല, അങ്ങനെ ലൈംഗികത കൂടുതലാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് പുള്ളിയുടെ വർത്തമാനങ്ങളിലാണല്ലോ ആ ഒരു ഇത് കുറച്ച് കൂടുതലാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പണിഷ്മെന്റ് എല്ലാം കൊടുക്കണ്ട, ട്രീറ്റ്മെന്റ് കൊടുക്കണ്ട. അല്ല, അല്ലാതെ അത് അവരുടെ വീക്ക്നെസ് ആണ്, അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർക്ക് ഇത് കുറവായിരിക്കും, ചിലർക്ക് ആവശ്യത്തിനായിരിക്കും, ചിലർക്ക് കൂടുതലായിരിക്കും. കൂടുതൽ ആൾക്കാരാണ്. ഞാൻ ആവശ്യത്തിന് കൂടുതലിന് ഇടയിലാണ്. അതിൽ വെറുതെ നമുക്ക് വീഴ്ചിട്ട് അവർ ചെയ്യുന്നതല്ലേ. അല്ല, ഞാൻ അങ്ങനത്തെ ആളൊന്നുമല്ല. ആവശ്യത്തിനും ഞാൻ സണ്ടനും അല്ല, ആവശ്യത്തിനേ ഉള്ളൂ. ഇത് വീക്ക്നെസ് ആണ്, ഒരു അതിന് ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ വല്ലാതെ ആണുങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ് ഇവിടെ കേരളത്തിൽ. എപ്പോഴാണ് അല്ലെങ്കിൽ അത് മാത്രം. ഇപ്പൊ പുതിയ ജനറേഷൻ അല്ല, പുതിയ ജനറേഷൻ ബോയ് ഫ്രണ്ട് ഗേൾഫ്രണ്ട്. പഴയ ജനറേഷൻ ഫേസ്ബുക്കിൽ അമ്മമാർ മുഴുവൻ അതാണ്. ഇവിടെ ഇപ്പൊ എന്തെങ്കിലും വിട്ടുവാണെങ്കിൽ ഒന്നെങ്കിൽ അഡൽട്ട് വേണം, ഇല്ലെങ്കിൽ കോമാളിത്രം, പെര കാണിക്കണം, ഇല്ലെങ്കിൽ നെഗറ്റീവ്. ഇതൊക്കെയാണ് ആൾക്കാർക്ക് വേണ്ടത്. മീഡിയയെ കുറ്റം പറയില്ല, കാരണം ആൾക്കാർക്ക് വേണ്ടത് നെഗറ്റീവാണ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ മീഡിയയെ കുറ്റം പറയാൻ പറ്റും. ആൾക്കാർക്ക് നല്ലതാണെങ്കിൽ മീഡിയ നല്ലത് കാണിച്ചാൽ. അപ്പൊ ആൾക്കാർക്ക് വേണ്ടത് ഇതാണ്. അണ്ണനെ തെറ്റിദ്ധരിച്ചു, അണ്ണനാണ് തെറി പറഞ്ഞതെന്ന് പറഞ്ഞു. അണ്ണനെയാണ് ഞാനല്ല റൈറ്റ് ചെയ്ത് വിളിച്ചതാണ്, വേറെ വ്യക്തിയാണ് തെറി വിളിച്ച പേര്. അണ്ണനെ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് അല്ല, ഇവിടെ ആൾക്കാർക്ക് കഴപ്പ് അല്ലെങ്കിൽ എന്താണ് ഞരമ്പ് രോഗം ഇങ്ങനെ പെൺപിടി ഇങ്ങനെ പറയും. അത് അവരുടെ ഒരു വൈകല്യമാണ്, ആ രീതിയിൽ എടുക്കണം. ഇപ്പോൾ ഹോമോസെക്സ്വൽ ആൾക്കാരോ സ്വവർഗാനീയരായുള്ള ആൾക്കാർക്ക് ഹോർമോൺ പ്രോബ്ലമാണ്. അത് സയൻറ്റിഫിക് ശാസ്ത്രീയമായ രീതിയിൽ കാണണം. ഒരു വൈകല്യമാണ് അവരുടെ, ഒരു വീക്ക്നെസ് ആണ്. അതിൻ്റെ പണിഷ്മെൻ്റ് എല്ലാം കൊടുക്കണ്ട, ട്രീറ്റ്മെൻറ്റ് കൊടുക്കണ്ട. നമ്മുടെ ഈ ഹോമോസെക്സ്വൽ ആൾക്കാർ അങ്ങനെ ഡീൽ ചെയ്യുന്നത് ഹോർമോൺ പ്രോബ്ലം അല്ലേ. ഇത് ഹോർമോൺ പ്രോബ്ലമാണ്. പക്ഷേ ഇവിടെ കഴപ്പ് കൂടുതലാണ്, അല്ലെങ്കിൽ ഞരമ്പ് രോഗിയാണ്, ഇങ്ങനെ പറഞ്ഞാൽ ആക്ഷേപിക്കുകയാണ്. അത് ശരിയല്ല. ഡോക്ടറാണല്ലേ, ഡോക്ടറല്ലേ, ശാസ്ത്രീയമായ രീതിയിൽ അതല്ല, ശാസ്ത്രീയമായ ഇത് ഒരുപാട് പഠിച്ചിട്ടുള്ളല്ലേ, ശാസ്ത്രീയമായ രീതിയിൽ കാണും. റിലീജിയനാണ്, മതങ്ങളാണ് ഇങ്ങനെ ആക്കി മാറ്റുന്നത്. ബോച്ച് ജാമ്യം കിട്ടി എല്ലാ നല്ല പാവങ്ങളൊക്കെ സഹായിക്കാൻ വേണ്ടിട്ട് ഇനി തിരിച്ചു വരട്ടെ. ഒന്നുമല്ല, ബോച്ച് ഒരു വാക്ക് എന്താ പറഞ്ഞുള്ളൂ. ഇവിടെ ഹേമ കമ്മിറ്റിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? അനുവദിച്ച സാബു മോനെ, എന്റെ കേസിൽ എന്നെ കുറിച്ച് പറഞ്ഞു സാബു മോൻ. എന്തുകൊണ്ട് സാബു മോൻ ഹേമ കമ്മിറ്റി വെച്ച് പറയാനില്ല? അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഹേമ കമ്മിറ്റി വന്ന വഴി പോയില്ലേ. ഡാൻസ് ഈ ഡാൻസ് ആണ് കാണാൻ പോകണം. ഞാനൊരു പ്രാവശ്യം പോയി, പക്ഷെ അന്ന് പുള്ളി തിരക്കിലായിരുന്നു. പക്ഷെ കണ്ടു, സെൽഫി എടുത്തു. ഞാനാണ് ബോച്ചനെ ഡൂപ്പ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരോട് സംസാരിക്കാൻ പറ്റിയില്ല. ഇനി റിമാൻഡിൻ്റെ സമയത്തൊന്ന് അല്ല എന്താണ് കോടതി വിളിക്കുന്ന സമയത്തൊന്ന് അവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പുള്ളി ഉണ്ടല്ലോ, ഫിഗർ ചെയ്യണേല് ബോച്ച് വേറെ ലെവലായി പോയി. ഒരുപാട് ആളുകൾ ഏറ്റെടുത്തു. സോഷ്യൽ മീഡിയ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ടല്ലോ ലേഡീസാ ഫാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, സ്റ്റേജ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ സ്വീകരണം നൽകി, ഭയങ്കര പരിപാടിയാണ്. എല്ലാ ആണുങ്ങളുടെ അവസ്ഥ ദയനീയമല്ല. തീർച്ചയായിട്ടും ഒരു ഗേൾ ഫ്രണ്ട് എന്തൊക്കെ പണികൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ അല്ലേ. ഇപ്പൊ എന്റെ പേരുടെ ട്രാൻസ്ജെൻഡർ കേസ് ഒന്നുമില്ല, ആളെ കണ്ടിട്ടുപോലുമില്ല. അതാണ് വീഡിയോ എടുത്തിട്ട് ലിപ് ലോക്ക് വന്നു. എന്തൊക്കെയാ കാണിക്കുന്നത്. പിന്നെ പെരേരെ കുണ്ടൻ എന്ന് പറഞ്ഞിട്ട് വീഡിയോ പ്രേക്ഷകർക്ക് വേണ്ടി ഡാൻസ് ഉണ്ട് ബോച്ചേടെ കേട്ടോ. ഞങ്ങള് ആരാധകരാണ്, ആരാധകരാണ് ഞങ്ങള്. ബോച്ചെ ഫാൻസ്